CV ആനന്ദബോസ് ബംഗാൾ ഗവർണർ, പശ്ചിമ ബംഗാൾ ഗവർണർ, അദ്ദേഹം ഈ സ്ഥലത്ത് സന്ദർശിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എത്തുന്നു എന്നതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അദ്ദേഹവും ഉദ്യോഗസ്ഥരുമൊക്കെ ആ ദുരന്ത മേഖലകളിൽ കണ്ട് അവിടുത്തെ ദുരന്ത സാഹചര്യങ്ങളാണ്. ബംഗാൾ സർക്കാരിൻ്റെ കൂടി പിന്തുണ കേരളത്തിൽ ലഭ്യമാകുമോ, അത്തരം പ്രഖ്യാപനം നടത്താൻ അദ്ദേഹത്തിന് കഴിയുമോ, അതുകൂടി പ്രധാനപ്പെട്ടതായി മാറുകയാണ്. എന്തായാലും അരുൺ സൂചിപ്പിച്ചു ആ ദുരന്തം. നമ്മൾ അരുൺ ഇപ്പോൾ നിൽക്കുന്ന മേഖലയുടെ ദൃശ്യം, ആകാശ ദൃശ്യം മുമ്പ് പലവട്ടം കണ്ടതാണ്. ഒരുപക്ഷേ ഇന്നത്തെ ദിവസം ദിനപത്രങ്ങളുടെ ഒരു മുൻ പേജുകളിൽ ഇടം പിടിച്ച സ്ഥലത്താണ് അരുൺ നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആ പുഴ രണ്ടായി ഒഴുകിയ ഇടം, അതിൻ്റെ ഇടയിൽ പെട്ടുപോയ കുറച്ച് വീടുകൾ, അതാണ് ഒരുപക്ഷെ വളരെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ചില വീടുകൾ മാത്രമാണ്. നമുക്ക് അരുണെ, ആ വീട്ടിലുള്ളവർ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവരവിടെ ഉണ്ടോ അതോ അവർ മറ്റെന്തെങ്കിലും മേഖലകളിലേക്ക് മാറിപ്പോയോ? എന്താണ് അരുണ അവസ്ഥ? ഈ വീട്ടിലൊന്നും ഇപ്പോൾ ആരും താമസിക്കുന്നില്ല. എല്ലാവരെയും പല മേഖലകളിലേക്ക് മാറ്റിക്കഴിഞ്ഞു, പലയിടങ്ങളിലേക്ക് മാറ്റിക്കഴിഞ്ഞു. സൈത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ടു തരത്തിലാണ് ഈ ദുരന്തം ആളുകളെ ബാധിച്ചത്. ഒന്ന്, ജീവൻ നഷ്ടപ്പെട്ടത്, സ്വത്ത് നഷ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് അങ്ങനെയുള്ള ആളുകൾ ഒരു ഭാഗത്തുണ്ട്. അത് ഈ ഭാഗത്ത് ഇവിടെയുള്ള ആളുകളാണ് കൂടുതലായും അതുള്ളത്. എന്നാൽ അട്ടമലയിലെയും അതുപോലെ തന്നെ അതുമായി അടുത്ത സ്ഥലങ്ങളിലേക്ക് ആളുകൾക്ക് അവർക്ക് ഈ പുറം ലോകവുമായുള്ള ബന്ധമാണ് ഇതിലൂടെ നഷ്ടപ്പെട്ടത്. വലിയ ശക്തമായ മഴയും ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായതോടുകൂടി റോഡ് തകർന്നു, പാലം തകർന്നു, അവരുടെ വീട്ടിൽ വൈദ്യുതി ബന്ധമില്ലാതായി, കുടിവെള്ളം ഇല്ലാതായി. പലപ്പോഴും നമുക്ക് അവിടെ പോകുമ്പോൾ കാണും വീടുകളിലൊക്കെ ആളുകൾ ഒഴിഞ്ഞ അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിൽ ആളുകൾക്ക് പൂർണ്ണമായും അത്തരത്തിലുള്ള ബന്ധങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു. ഇവിടെ ആകട്ടെ, ചുരുൾപ്പാറയിലാകട്ടെ ആ തരത്തിൽ മാത്രമല്ല, അവർക്ക് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഒരു രാത്രി കൊണ്ട് അവരുടെ ഇത്രയും നാളത്തെ ജീവിതം മറ്റൊരു തലത്തിലേക്ക് നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടു. ഇന്ന് രാവിലെ ഒരാൾ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, അവർ സ്ഥിരം ബന്ധപ്പെടുന്ന ആളുകളുണ്ട്, അവരെയൊന്നും കഴിഞ്ഞ 2 ദിവസമായിട്ട് ഫോണിൽ പോലും കിട്ടുന്നില്ല. അവർ ജീവനോടെ ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ, അവർ എവിടെയാണെന്ന വലിയ ആധിയുണ്ട്. മിസ്സിംഗ് എന്നൊരു കണക്ക് എല്ലാ ദുരന്തങ്ങളിലും ഉണ്ടാകും. അത് ഇവിടെയും അത്തരത്തിലുണ്ടാകുമെന്ന് തന്നെയാണ് ഈ ഏറ്റവും ദുഃഖകരമായ വസ്തുത. ഈ മിസ്സിംഗ് ആളുകൾ, അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പിന്നീട് ആർക്കും അറിയാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അത്തരത്തിൽ ഈ മിസ്സിംഗ് പട്ടികയിൽ പെട്ടുന്ന നിരവധി ആളുകൾ ഇനിയുമുണ്ട്. ഇപ്പോൾ വരുന്ന മരണക്കണക്കുകൾക്ക് അപ്പുറത്തേക്ക് എത്രയോ ആളുകളെ കാണാതായിരിക്കുന്നു. ഒരുപക്ഷെ അത് ആരെന്ന് കൃത്യമായി അറിയാത്ത ആളുകൾ തന്നെയുണ്ട്. തോട്ടം തൊഴിലാളികളുണ്ട്, ലയങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ട്, ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വലിയൊരു കൂട്ടം നമ്മൾ നേരത്തെ അവർ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോകുന്നത് കണ്ടതാണ്. ഈ തേയില നുണ്ടാൻ പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ നിരവധി പേരുണ്ട്. പലതരത്തിൽ ചപ്പാത്തി വിറ്റ് ജീവിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ നമ്മൾ നേരത്തെ ഈ കൂട്ടത്തിൽ കണ്ടു. അങ്ങനെ പലതരത്തിലുള്ള ജീവിത മാർഗങ്ങൾ തേടുന്ന ആളുകൾ, സാധാരണക്കാരായ ആളുകൾ ജീവിക്കുന്ന ഒരു മേഖല. അവിടെയാണ് ദുരന്തം ഇത്രയധികം നഷ്ടങ്ങൾ വിതച്ചത്, ഇത്രയധികം ഭീതി വിതച്ചത്. ഇപ്പോഴും ഈ പുഴയുടെ കാര്യം സഹിതം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം. ഈ പുഴ ഒഴുകി വരുന്ന വഴിയിൽ നിന്ന് എത്രത്തോളം മാറി ഒഴുകുന്നു എന്നുള്ളത് തന്നെ. അതായത് ഏതാണ്ട് ഒരു 200-300 മീറ്റർ വീതിയിൽ പലയിടത്തായി, ചിലയിടത്ത് പുഴ ശക്തമായി ഒഴുകി വരുന്നു, ചിലയിടങ്ങളിൽ വലിയ പാറക്കഷ്ണങ്ങളും ചെറിയ പാറ കല്ലുകളുമൊക്കെ കൂടിക്കിടക്കുന്നു. അതൊരു പക്ഷേ ഒരു മൈതാനത്ത് ഇത്തരം കല്ലുകൾ ഇട്ട് നികത്തിയതുപോലെ, ഒരു കോറി പോലെയൊക്കെ നമുക്ക് ഇവിടെ തോന്നിപ്പിക്കും. ഒരു കരിങ്കൽ കോറിയിൽ എങ്ങനെയാണോ പാറക്കഷ്ണങ്ങൾ കിടക്കുന്നത്, എങ്ങനെയാണോ പൊട്ടിച്ച പാറച്ചീളുകൾ കിടക്കുന്നത്, അങ്ങനെ ഒരു ഭാഗം. അതിന് തൊട്ട് അപ്പുറത്ത് പുഴ ഒഴുകുന്നു. ഇത് കഴിഞ്ഞാൽ വീണ്ടും അതിന് വശത്തോടുകൂടി അതേ പുഴ വേറൊരു വഴി ഒഴുകുന്നു. അങ്ങനെ പല വഴികളിലൂടെ ഈ പുഴയുടെ സഞ്ചാരഗതി തന്നെ മാറ്റിയിരിക്കുന്നു. ഈ പ്രകൃതി ക്ഷോഭം, പ്രകൃതി ദുരന്തം, ഇത് ഇവിടെ മാത്രമല്ല, ഇതിന്റെ മറുവശത്തും അതാണ് അവസ്ഥ. അങ്ങനെ ഒരു പുഴ വഴിമാറി ഒഴുകുന്നു, ജീവിതങ്ങൾ വഴിമുട്ടുന്നു, എത്രയോ ജീവിതങ്ങൾ നഷ്ടമാകുന്നു. കുടുംബങ്ങൾ ഇന്നലെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ആംബുലൻസ് ഡ്രൈവർ ഞങ്ങോട്ടൊരു കഥ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത്, ഇവിടെ തന്നെയുള്ള സുഹൃത്ത്, കുടുംബത്തിലെ അദ്ദേഹം ഗൾഫിലെ വിദേശത്തായിരുന്നു, പക്ഷേ കുടുംബത്തിൽ 5 പേരെയും ഈ ദുരന്തത്തിൽ കാണാതായിരിക്കുന്നു. അങ്ങനെ അനാഥയായി മാറിയ എത്രയോ ആളുകൾ ഇതിലുണ്ട്. ഒരു കുടുംബം ഒന്നാകെ ഒലിച്ചുപോയവരുണ്ട്. അതിലൊന്നും 2 ആളുകൾ ഭാഗ്യം കൊണ്ട്, പല കാരണങ്ങൾ കൊണ്ട് ശേഷിച്ചവരുണ്ട്. ഒരു സ്കൂളാണ് ഈ പുഴയുടെ അങ്ങേക്കരയിൽ ഉള്ളത്. അതിന്റെ ചില ഭാഗങ്ങൾ പൂർണ്ണമായും വെള്ളമെടുത്തുപോയി, ഈ കൂറ്റൻ പാറക്കല്ലുകൾ ഇടിച്ച് തകർന്നുപോയി. മറ്റു ഭാഗം ഇപ്പോഴുമുണ്ട്. ഒരു വലിയ സ്കൂളാണ്, അതിനൊരു മൈതാനമുണ്ടായിരുന്നു. ആ മൈതാനം ഇന്ന് കാണാനില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു. അത് പുഴ കയ്യേറിയിരിക്കുന്നു. അത് ഈ കൂറ്റൻ പാറക്കഷ്ണങ്ങളും
സ്റ്റീലുകളും കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ എന്തെല്ലാം നഷ്ടമാണ്. മനുഷ്യർ മാത്രമല്ല, നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതും നമ്മൾ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നതുമായ എത്രയോ മിണ്ടാപ്രാണികൾ പലതും ഇവിടെ അറിഞ്ഞു നടക്കുന്നു. അവരെ ഇത്രനാൾ പോറ്റി വളർത്തിയ ആളുകളെ കാണാനില്ലാതെ, അല്ലെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ അവർ വീട് വിട്ട് പോയിരിക്കാം. അങ്ങനെയുള്ള എത്രയോ മിണ്ടാപ്രാണികളുടെ അവസ്ഥ ഇതുമായി ചേർത്ത് വായിക്കണം. മനുഷ്യജീവന് വില കൊടുക്കുമ്പോൾ തന്നെ ഇത്തരം ചില കാഴ്ചകൾ കൂടി നമുക്കിവിടെ കണ്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഏതായാലും ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാനാകുമെന്ന് കരുതുന്നു. പാലത്തിന്റെ ചില ഭാഗങ്ങൾ ഇതിനകം അക്കരെ, അതായത് നമ്മൾ നിൽക്കുന്നതിന്റെ എതിർവശത്ത് പുഴയ്ക്കപ്പുറത്ത് ഘടിപ്പിച്ചു കഴിഞ്ഞു. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഇനി ബംഗളൂരുവിൽ നിന്നും ഒക്കെ ഇന്ന് ഉച്ചയോടുകൂടി എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. അതോടുകൂടി നാളെ ഉച്ചയോടെയെങ്കിലും പാലം പൂർത്തിയാക്കാനാകുമെന്ന പ്രതീക്ഷ ഉയരുന്നുണ്ട്. ആ പാലം വളരെ പ്രധാനമാണ്. ആ പാലം വളരെ നിർണായകമാണ് ഈ രക്ഷാദൌത്യത്തിൽ. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മോട് ഒരാൾ സംസാരിച്ചു, ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ട ഒരാൾ സംസാരിച്ചു പോയത് ഓഫ് റോഡ് ഓടിക്കാൻ കഴിയുന്ന ചില വാഹനങ്ങൾ ഇവിടേക്ക് എത്തിക്കാൻ കഴിയുന്നുവെങ്കിൽ കുറച്ചുകൂടി രക്ഷാപ്രവർത്തനം എളുപ്പമായേനെ. നമ്മൾ നേരത്തെ കണ്ടതാണ് ഒരു കസേരയിൽ ഇരുത്തിക്കൊണ്ട് ഒരു വൃദ്ധയായ സ്ത്രീയെ, ഒരു അമ്മയെ ആളുകൾ ചുമന്നുകൊണ്ടുവരുന്നത്. സ്ട്രെച്ചറിൽ കിലോമീറ്ററുകൾ ചുമന്ന് മറ്റൊരു രോഗിയെ കൊണ്ടുവരുന്ന സൈനികർ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പാലം വന്നാൽ ഒരുപക്ഷെ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലാകും. കൂടുതൽ പേർക്ക് ജീവിതത്തിലേക്ക് പുതിയ പ്രതീക്ഷകൾ വരും. ഈ വെള്ളത്തിന്റെ ഒരു ഒഴുക്ക് നമുക്ക് ഇപ്പോൾ കാണാം. ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണും കല്ലുമൊക്കെ കോരി മാറ്റുകയാണ്. വലിയ അളവിൽ മാറ്റുമ്പോഴും അത് കോരി ഈ പാലത്തിന്റെ ഭാഗമായുള്ള വശത്ത് നിക്ഷേപിക്കുകയാണ്. പക്ഷേ ശക്തമായ ഒഴുക്കുണ്ട്, അത് മറികടന്ന് വേണം ഇതെല്ലാം ചെയ്യാൻ. ഒരു താൽക്കാലിക പാലം തൊട്ടപ്പുറത്ത് ഇന്നലെ നിർമ്മിച്ചതുണ്ട്. അത് തടിയിലും കവുങ്ങിലും ഒക്കെ കൊണ്ടൊരു പാലം. അവിടെ വലിയ ഒഴുക്കിനെ അതിജീവിച്ച് ആ പാലത്തെ കൂടി സംരക്ഷിച്ചുകൊണ്ടാണ് സൈനികർ അവിടെ നിൽക്കുന്നത്. ആ സൈനികരുടെ വലിയ സേവനം ആ രീതിയിൽ നമുക്ക് കാണേണ്ടതുണ്ട്. ഏതായാലും സമാനതകളില്ലാത്ത ഒരു ദുരന്തം. ആ ദുരന്തത്തെപ്പറ്റി അപലപിച്ചിരിക്കാതെ, ആ ദുരന്തത്തിൽ വിറങ്ങലിച്ചിരിക്കാതെ മുന്നോട്ട് പോവുകയാണ് ഈ വയനാട്, ഈ നാട്, കേരളം വീണ്ടും മുന്നോട്ട് തന്നെ പോകുമെന്ന പ്രതീക്ഷ നൽകുന്ന കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. എല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറത്തേക്ക് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാധാരണക്കാർ ഒക്കെ ഒരുമിക്കുകയാണ് ഈ വയനാടിനെ, ഈ പ്രദേശത്തെ വലിയ ദുരിതത്തിൽ നിന്ന് കൈപിടിച്ചു കയറ്റാൻ. പക്ഷേ ഇനിയും അതിന് കാത്തിരിക്കണം. ഈ പ്രകൃതി കുറച്ചുകൂടി കനിയണം. വീണ്ടും മഴ ശക്തമായ രക്ഷാദൌത്യം നീണ്ടുപോകും. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ കുറച്ച് അനുകൂലമാണ്. കിലോമീറ്ററുകൾ നടന്ന് ആളുകളെ ചുമന്ന് രക്ഷാപ്രവർത്തകർ, ഒരു ലാഭേച്ഛയുമില്ലാതെ സാധാരണക്കാർ, സന്നദ്ധ പ്രവർത്തകരൊക്കെ സർക്കാരിനൊപ്പം, ഈ സേനാ വിഭാഗങ്ങൾക്കൊപ്പം കൈകോർക്കുകയാണ്. ഇവിടത്തെ ഏറ്റവും സന്തോഷകരമായ കാഴ്ച അതാണ്. ഈ വലിയ ദുഃഖത്തിലും ഈ വലിയ ദുരന്തത്തിന്റെ ഞെട്ടലിലും ഒക്കെ നിൽക്കുമ്പോഴും ഇത്തരത്തിൽ കേരളം ഒറ്റക്കെട്ടായി, നമ്മൾ പ്രത്യേകിച്ചും ഷുരൂറിലൊരു ദൌത്യം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസം കണ്ടതാണ്, നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെയൊന്നും ഉണ്ടാകാത്ത ഒരു ഐക്യം, അവിടെയൊന്നും ഉണ്ടാകാത്ത ഒരു ഏകോപനം എല്ലാ കാര്യങ്ങൾക്കും ഇവിടെയുണ്ട്. മന്ത്രി ജോർജ് കുര്യൻ, കേന്ദ്രമന്ത്രി, ബിജെപിയുടെ പ്രതിനിധിയാണ് അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന സർക്കാരാണ് എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നത്. അവിടെ സൈന്യത്തിന്റെ ചുമതല, അതായത് സംസ്ഥാന സർക്കാരിൽ നിന്ന് ക്രെഡിറ്റ് എടുത്ത് അടിച്ചു മാറ്റാൻ അദ്ദേഹം ശ്രമിച്ചത്. സംസ്ഥാന സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അദ്ദേഹം അതേ പ്രാധാന്യം നൽകുന്നു. മുഖ്യമന്ത്രി സംസാരിക്കുമ്പോഴും കേന്ദ്ര സേനകളുടെ, പ്രധാനമന്ത്രിയുടെ, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ, പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷ ഉപനേതാവിന്റെയും വരെ ഇടപെടലുകളെ കുറിച്ച് പറയുന്നു. അങ്ങനെ കേരളം ഒറ്റക്കെട്ടാൻ നിൽക്കുകയാണ് ഈ വലിയ ദുരന്തത്തെ അതിജീവിക്കാൻ. അത് ഇനിയുള്ള മണിക്കൂറുകളിൽ അത് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ നാട് അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ ഇനിയുള്ള പല വർഷങ്ങളിലും അങ്ങനെ നാട് ഒറ്റക്കെട്ടാൻ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. സഹിത്ത് അരുൺ സൂചിപ്പിച്ചതുപോലെ ആ നാട് ഒന്നിച്ചു നിൽക്കണം. അവിടെ ജീവനായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. സാഹചര്യങ്ങൾ അത്ര കണ്ട് ദയനീയമാണ്. നേരത്തെ